ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുഞ്ഞിക്കലത്തപ്പമാണ്. ഈ ഒരു കലത്തപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ആരെടുത്തിട്ടുള്ള കലത്തപ്പമാണത്. അപ്പോൾ കലത്തപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കൊരു കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലോണം തന്നെ റോസ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെയും ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ നല്ലോണം തന്നെ മാറിയിട്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നല്ലോണം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയിലൊരു വലിയൊരു ജാറിലേക്ക് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾ മട്ടരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും നമുക്ക് എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 കപ്പ് അരിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്തിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 4 ഏലക്കയുടെ ഉള്ളിലെ കുരു ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അരച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതല്ലെങ്കിൽ ആകെ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ആവും. അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് കൂടെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ശർക്കര നല്ലോണം ഒന്ന് ഉരുക്കിയിട്ട് കൂടെ എടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അരിച്ചിട്ട് കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ശർക്കരപ്പാനി തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നാലാണ് കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്താൽ ഉടനെ തന്നെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു ഭാഗം എൻ്റെയൊക്കെ കട്ടായി പോയതാണ്. പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു മാവൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ആവും കേട്ടോ. നല്ല ചൂടുള്ള ശർക്കരപ്പാനിയല്ലേ, അപ്പോൾ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ നമുക്കൊരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് അവസാനം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കലത്തപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കൂടിപ്പോവൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി, ഒരേ ഒരു നുള്ളു മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യമേ ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കാം. കലത്തപ്പത്തിൻ്റെ മാവ് റെഡി ആക്കിയിട്ട് പിന്നെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് കലത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. കലത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പിലാണ് മാവ് എടുത്തിട്ടുള്ളത്. അപ്പച്ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ, നല്ല ചൂടുള്ള അപ്പച്ചട്ടിയിലോട്ട് വേണം ഈ ഒരു മാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു അപ്പം നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. കുറച്ച് നേരമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ അടിഭാഗം നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. മറിച്ചിട്ടിട്ട് ആ ഒരു സൈഡും നല്ലോണം ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അടച്ചിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചിട്ട് എടുക്കാം.
ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കലത്തപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല കളറുള്ള ശർക്കരയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നല്ല ഡാർക്ക് കളറായിട്ടാണ് ഈ ഒരു കലത്തപ്പം നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ കലത്തപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും അത്യാവശ്യം നല്ല ആരൊക്കെ വന്നിട്ടുള്ള കലത്തപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരി കുതിർത്തിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണക്കായി വളരെ ഈസിയാണ് ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്